കൊല്ലത്തെ KSUവിനെ നാണം കെടുത്തിയ ഹണി ട്രാപ്പ് വിവാദത്തിൽ വൻ ട്വിസ്റ്റ്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ KSU നേതാക്കൾ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ പരാതിക്കാരനിപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. നിലവിലെ പ്രതികൾ നിരപരാധികളെന്നും സംഭവത്തിന് പിന്നിൽ മറ്റൊരു ജില്ലാ നേതാവെന്നും KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജു പറയുന്നു. ബലാത്സംഗ കുറ്റം ആരോപിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ചു എന്നതായിരുന്നു കേസ്. സംഭവത്തിന് പിന്നിലുള്ള വ്യക്തികൾക്കെതിരെയും യുവതിക്കെതിരെയും പരാതി നൽകാനാണ് ഇരുപക്ഷത്തിൻ്റെയും തീരുമാനം. KSU ജനറൽ സെക്രട്ടറിയായ ആഷിഖ് ബൈജു തന്നെ ബലാത്സംഗം ചെയ്തെന്ന് ഒരു യുവതി പറയുന്ന ശബ്ദ സന്ദേശമാണ് സംഭവങ്ങളുടെ തുടക്കം. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദുകൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ എന്നിവർ ഈ സന്ദേശം അയച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതിക്കാരനായ ആഷിഖ് കോടതിയിൽ പറഞ്ഞത്. 3 നേതാക്കൾക്കുമെതിരെ കൊല്ലം ഇരവിപുരം പോലീസ് കേസിന് രജിസ്റ്റർ ചെയ്തിരുന്നു. സംഭവം നാണക്കേടായതോടെ ഒത്തുതീർപ്പിനായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടതായാണ് വിവരം. പിന്നാലെ പരാതിക്കാരനും നിലവിൽ പ്രതിപട്ടികയിലുള്ളവരും ചേർന്ന് വാർത്താ സമ്മേളനവും നടത്തി. തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടായെന്നും മറ്റൊരു KSU ഭാരവാഹിയാണ് ഇതിന് പിന്നിലെന്നും പറഞ്ഞ് നേതാക്കൾ മലക്കം പറഞ്ഞു. ഈ അയച്ച സംഭവത്തിൽ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പം തന്നെ അതിശയിച്ചു പോയി. ഇത്രയും ഒരു ആരോപണം എനിക്കെതിരെ ഒരു സ്ത്രീ ഉന്നയിക്കുമ്പോൾ എനിക്ക് പേടിയായി. എന്നെ എന്തോ വലിയ രീതിയിൽ കൊടുക്കാനുള്ള ഒരു ശ്രമമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ സ്ത്രീ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പോൾ തന്നെ കൊല്ലം ACPക്ക് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പരാതി എങ്ങനെയാണ് ലഭിച്ചതെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് ഈ വോയിസ് എങ്ങനെയാണ് ലഭിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അരുൺ രാജേന്ദ്രൻ അയച്ചതാണെന്നും അത് ഈ പറഞ്ഞ പോലെ അവർക്ക് ആ ലേഡി അയച്ചു കൊടുത്തതാണെന്നും ഞാൻ ACPക്ക് പരാതി കൊടുത്തതിനുണ്ടായിരുന്നു. പിന്നീട് ഈ കേസുകൾ മുന്നോട്ട് പോവുകയുണ്ടായിരുന്നു. അത് സൈബർ പോലീസ് സ്റ്റേഷനിലോട്ട് അത് ഫോർവേഡ് ചെയ്തപ്പോഴും എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴും ആ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഏതോ ഒരു സ്ത്രീയാണ് എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. KSU ജില്ലാ നേതാവിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരിയെ ഉപയോഗിച്ച് വ്യാജ ഓഡിയോ സൃഷ്ടിക്കുകയായിരുന്നെന്നാണ് പ്രതിപട്ടികയിലുള്ളവർ പറയുന്നത്. ഞങ്ങൾ പരസ്പരം ആ വിഷയത്തെപ്പറ്റി സംസാരിക്കുകയും അത് പൂർണ്ണമായും ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വിഷയത്തിൽ ചില വസ്തുതകളുമുണ്ട്. ഈ വിഷയത്തിൽ ഈ പറയുന്ന ആർക്കും ഇതിനകത്ത് യാതൊരുവിധ ദുഷ്ടലാഭില്ലായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും കഴിഞ്ഞ ദിവസം തന്നെ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയം പറയുകയും ചെയ്തു. ഇപ്പോൾ ഇന്നോ നാളെയോ അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വിളിക്കുകയാണ്. അദ്ദേഹം ആ കാര്യം വളരെ വ്യക്തമായി പറയുകയും ഇതിന് തയ്യാറായി മുമ്പോട്ട് വന്ന പെൺകുട്ടിയുടെയും ഇത് തയ്യാറാക്കപ്പെട്ട ആളുടെയും പേരിൽ ഇന്ന് തന്നെ പോലീസിൽ പരാതി നൽകുകയും ഞങ്ങൾക്കെതിരെയുള്ള FIR സ്ക്വാഷ് ചെയ്യുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ ഇന്ന് സ്റ്റേഷനിൽ അത് മൊഴി ചെയ്ത് അവർക്ക് CMP റെഫർ ചെയ്തത് അത് പോലീസ് തയ്യാറായില്ലായിരുന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ ഈ കേസ് സ്ക്വാഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. സംഭവത്തിന് പിന്നിലുള്ള വ്യക്തിക്കെതിരെയും യുവതിക്കെതിരെയും പരാതി നൽകാനാണ് കൂട്ടായ തീരുമാനം. ഗൂഢാലോചനയുടെ തെളിവുകൾ കൈവശമുണ്ടെന്നും ഇരവിപുരം പോലീസിന് കൈമാറുമെന്നും KSU നേതാക്കൾ അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം.